വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് വന്നതെന്ന് വെച്ചെങ്കിൽ ചെറിയൊരു ഷോപ്പിംഗ് നടത്തി. ഞാനും ഇനി ബേബിയും കൂടിയിട്ട്. ഇനി ബേബിൻ്റെ ഇത്ര കാണുന്നുള്ളൂ, ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം എൻ്റെ ഇനി ബേബിയുടെ ഒരു ഷോപ്പിംഗ്, ഇനി ബേബിക്കുള്ളൊരു ഷോപ്പിംഗ് ആയിരുന്നേ. അല്ലേ അല്ലേ എൻ്റെ കുട്ടിക്കുള്ളൊരു ഷോപ്പിംഗ് ആയിരുന്നേ അല്ലേ. കുറച്ച് ടോയ്സും കുറേ ആയി അവനിങ്ങനെ ടോയ്സ് വാങ്ങിച്ചു കൊടുക്കണം. പക്ഷേ ടോയ്സ് വാങ്ങിച്ചു കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല, അടക്കളയിലെ പാത്രങ്ങളുടെ അടുത്താണത് കാര്യം. ടോയ്സ് ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ട് സത്യം പറഞ്ഞ കാര്യമൊന്നുമില്ല. ഈ പാത്രങ്ങളുടെ ഇടയിൽ തന്നെയാണ് ആള് പുള്ളിക്കാരനുള്ളത്. ആണോ അല്ലേ? ഞാൻ പറഞ്ഞ നേരാണോ അല്ലേ? ആണ്. നിന്നെ കാണുന്നില്ലല്ലോടാ, നിന്നെ കാണുന്നില്ലല്ലോ. അപ്പൊ ഗൈസ്, ഫസ്റ്റ് ഞാനൊരു ഉടുപ്പ് വാങ്ങിച്ചു. ഉടുപ്പ് ഉണ്ട്, എന്നാലും ഇല്ല, കുറച്ച് വലുതാ തോന്നുന്നു. ഇങ്ങനെ വന്നിട്ട് ഈ മേളിൽ കൂടെ വരുന്നൊരു സംഭവം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ വാങ്ങിച്ചോളൂ. നീ ചിരിച്ചപ്പറ്റോ, ഇത് കുറച്ച് വലുതാന്ന് തോന്നുന്ന സംഭവം. അതെ, ഇപ്പം എല്ലാവരും കണ്ട്, ഇപ്പം എല്ലാവരും ഇനി ബേബീനെ കണ്ടല്ലേ? ഇപ്പം എല്ലാവരും കണ്ടില്ലേ ഇനി ബേബീനെ? ഷുക്കുടുവിനെ കണ്ടില്ലേ? ഇതാട്ടോ ഒരു ഡ്രസ്സ് വാങ്ങിച്ചു, സെറ്റ് ഡ്രസ്സ്. ഇപ്പം എന്ത് വാങ്ങിച്ചാലും ഒരു ബ്രൗൺ മയം വന്നത് എന്താണ്? എല്ലാം ഞാനങ്ങനെ വാങ്ങിക്കുമ്പോൾ അങ്ങനെ വന്നെന്ന് തോന്നുന്നു. പിന്നെ എന്താ, പിന്നെ എനിക്ക് കുറച്ച് ഇന്നർവിയേഴ്സ് ആൻഡ് സോക്സ് കാണിക്കും. പിന്നെ കുറച്ച് കാറുകൾ. ഇവനില്ലേ, ഇത് കാണിച്ചിട്ട് അവന് വലിയൊരു റിയാക്ഷൻ ഇല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ഇതിങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അവനൊരു സന്തോഷം ഉണ്ടെങ്കിൽ എനിക്കൊരു വാങ്ങിക്കാൻ സുഖമുള്ളൂ. ഇതിനെങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ അവൻ ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് എന്തെങ്കിലും ഇതുമ്പോൾ തൊട്ട് കണ്ട താക്കോലും പാത്രമൊക്കെ മതി. എന്നാ ഇതുമ്പോൾ തൊട്ടപ്പോൾ ഞാൻ ഓക്കെ ഫൈൻ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. ഹാപ്പി പൊട്ടിച്ച് തരാട്ടോ മമ്മ. എന്നിട്ട് ചുണ്ടനിക്ക്. പിന്നെ ബോള്, അവനെ ആരോ ബോൾ കളിക്കണം. അസാനും വന്നു. അസാന് ബോൾ കളിച്ചപ്പം അസാനോടെ ബോളിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ബോൾ ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടേ. ബോൾ ഇഷ്ടല്ലേ? ഫുട്ബോൾ കളിച്ചോ മര്യാദക്ക്? എന്തൊക്കെ കളിപ്പാട്ട മര്യാദക്ക് ഇത് കളിച്ചില്ലെങ്കിലാണ് ഇനി. പിന്നെ എല്ലാ ഐറ്റം ഇത് കുട്ടികളുടെ മൈൻഡ് സെറ്റ് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, അറിഞ്ഞില്ല. എന്തായാലും പൊട്ടിച്ച് കൊടുത്ത കുട്ടിക്ക് കളിക്കട്ടെ. ഡാഡാ ഇത് കാണുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് കളിപ്പാട്ടം വാങ്ങിച്ച് കുറച്ച് പൈസയൊക്കെ തരിക. ഞാൻ തന്നെ നശിപ്പിക്കുന്നൊന്നുമല്ല. ഇതെൻ്റെ അമ്മായിമ്മ വാങ്ങിച്ചുന്ന ഷർട്ടാണ്. അമ്മായിമ്മയുടെ വീഡിയോസൊക്കെ കണ്ടില്ലേ? സൂപ്പറാ ഉണ്ട് കെട്ടുന്ന ഫാമിലി. അതിന് ഭേദം വേണോ തോന്നുന്നു. ഓ, ബോൾ ഇങ്ങനെ ഊരണം. അതാ ഓരോ ലെയറിലായിരുന്നു മമ്മ കാണിച്ചത്. അതാണ് ഇതിങ്ങനെ വെക്കാം. നോക്ക് മമ്മ കാണിക്കണം. ഇങ്ങോട്ട് എല്ലാവരും കാണട്ടെ, നിന്നെ നീ പഠിക്കണ കാണട്ടെ. ഇങ്ങോട്ട് വാ, ഇതിവിടെ വെക്കാം. ഓക്കെ, നോക്ക്. Then this one. Okay, after that this one, then this yellow, pink, blue, and at the final orange. Did you like this? Then ഒരു കുടങ്ങച്ചൻ. ഇതാണ് നിന്റെ ഡാഡ. ചുമ്മാട്ടോ, ഞാൻ അങ്ങനെ പഠിപ്പിച്ചോന്ന് കൊടുക്കൂല കേട്ടോ. ചുമ്മാ ഇങ്ങനെ പറയുന്നു. അയ്യേ, ഇതെന്താ എല്ലുമോനാണോ? 400 രൂപ. 300 കാണുമായിരിക്കും. 300 പിന്നെ കാണും. ഒരു പോസ് കൊടുക്കാം പല്ലു, അല്ലെങ്കിൽ
കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചിട്ട് പോസ് എടുക്കാൻ മതിയല്ലേ. അറിയുന്നു ഇത്രേ ഉള്ളൂ ഗൈസ്. ഞാൻ ചുമ്മാ കുട്ടിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ എനിക്ക് അപ്പം വ്ലോഗ് എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇവനെ വെച്ചുകൊണ്ട് സാധനം പിടിച്ചിട്ട് നടക്കാൻ തന്നെ ഞാൻ ഒരു കണക്കിനാണ്. നിങ്ങൾ പുതിയ കേസൊക്കെ കേട്ടിട്ടുണ്ടാവല്ലോ, ഞാൻ കുട്ടീനെ പിടിച്ചിട്ട് ഒരു വീട്ടിലേക്ക് ചെന്നിട്ട് കത്തി കുത്തി സ്വർണ്ണമൊക്കെ എടുത്ത് ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തു. മോനെ പിടിച്ച് ബാഗും പിടിച്ച് നടക്കുന്ന അവസ്ഥ എനിക്കറിയത്തുള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടെ ഇതിൻ്റെ ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ, കിട്ടിപ്പോയി ഇങ്ങനെയൊക്കെ. അതാ പിന്നെ നോക്കി നമ്മുടെ അടുത്ത് പറഞ്ഞ നോക്ക്. അവനറിയാം അവനൊരു മോനുള്ളൂ. മീൻസ് അങ്ങനല്ല, ഉണ്ടായിരുന്നു. ഭാവിയിൽ ഇനി വേറെ കുട്ടികളുണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ല. അസാനും ഉണ്ട്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ ഇവിടെ അല്ല, അല്ല ഞാൻ തന്നെ നശിപ്പിക്കും മിക്ക സാധനങ്ങൾ. അപ്പൊ നമുക്ക് ഈ പാവാച്ചികളെല്ലാം വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്താം. എനിക്ക് നിങ്ങൾ രണ്ടാളും ഫ്രണ്ട്സാണ്, നിങ്ങൾ രണ്ടാളും ഫ്രണ്ട്സ്. കോളത്ത് കഴിക്കട്ടെ. ഹലോ ഫ്രണ്ട്സ്. അമ്മ ഒരു പോസ് കൊടുക്കട്ടാ? കളിപ്പാട്ടൊക്കെ വെച്ചിട്ട് പോസ് കൊടുക്കട്ടെ മമ്മ? ഞാനൊരു യൂട്യൂബ് ലൈവ് പോട്ടോ. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എന്തായാലും ഈ ഫോണിന് വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. ഞാൻ ഐഫോൺ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഐഫോൺ എടുത്തെങ്കിൽ കണ്ടിന്യൂസ്ലി ഞാൻ വ്ലോഗ് ഇടുന്നതായിരിക്കും. ഓരോരുത്തരെ ഇറച്ചി തിന്നുന്ന വ്ലോഗൊന്നും ഞാൻ ഇടത്തില്ല. ഞാൻ ഇടുന്നത് ഫാമിലി വ്ലോഗ്സ് ആയിരിക്കും. ഞാൻ എൻ്റെ കുട്ടി ട്രിപ്പ് പോകുന്നത് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഇടാം, ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.